ഓക്കെ, നമുക്ക് ഇനി കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ലീനിയർ ആൾജിബ്ര ഡൺ റൈറ്റ് എന്ന് പറഞ്ഞ ബുക്കിലെ എക്സസൈസുകളാണ്. സോ ഫസ്റ്റ് പ്രൂവ് ദാറ്റ് മൈനസ് ഓഫ് മൈനസ് വി ഈസ് ഈക്വൽ ടു വി ഫോർ എവരി വി ബിലോങ്സ് ടു വി. ആദ്യം ചോദിക്കട്ടെ, ഈ മൈനസ് വി എന്ന് പറഞ്ഞ സാധനം എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം മൈനസ് വി റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഞാനത് ഇവിടെ എഴുതട്ടെ. മൈനസ് വി മീൻസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് വി. ഇനി ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ ഏതോ വീഡിയോയിൽ എഴുതിയാണ്. ഇപ്പോൾ ബി എപ്പോഴാണ് എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ബി എയുടെ റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് എത്തണം. ഈ മീൻസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നമ്മൾ ഇങ്ങനെയാണ് ഡെഫിനിഷൻ എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. ഇനിവേ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. ബി എപ്പോഴാണ് എയുടെ ഇൻവേഴ്സ് ആവുക? എയുടെ റൈറ്റിൽ ബി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും എയുടെ ലെഫ്റ്റിൽ ബി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ ബി എയുടെ ഇൻവേഴ്സ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് വി വിയുടെ ഇൻവേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? മൈനസ് വി വിയുടെ റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും എവിടേക്ക് എത്തണം? ഇവിടുത്തെ വെക്റ്റർ സ്പേസിലെ ഐഡൻറ്റിറ്റി എലമെൻ്റായ സീറോയിലേക്ക് എത്തണം. ഞാനത് ഇവിടെ എഴുതട്ടെ അല്ലേ. മൈനസ് വി വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ വിയുടെ റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് എത്തണം, സീറോയിലേക്ക് എത്തണം. ക്ലിയർ അല്ലേ? അത് എഴുതി. ഇനി ഞാൻ ഇതിനൊന്ന് മാറ്റി ചെയ്തട്ടെ. നോക്കുവാൻ ഇതിന് ശരിയല്ലേ? ഒന്ന് അങ്ങോട്ട് കൂടെ മാറ്റി ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യം ചെയ്തട്ടെ. മൈനസ് വി പ്ലസ് വി ഈക്വൽ ടു പിന്നെ എന്ത് എഴുതാം? വി പ്ലസ് മൈനസ് വി ഈക്വൽ ടു സീറോ. ഇതൊന്ന് അങ്ങോട്ട് കൂടെ മാറ്റി ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിയാണല്ലോ? റെഡി. ഓക്കെ. ഇനി നിങ്ങൾ നോക്കൂ, ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എപ്പോഴാണ് ബി എപ്പോഴാണ് എയുടെ ഇൻവേഴ്സ് ആവുക? എയുടെ റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ഐഡൻറ്റിറ്റിക്ക് എത്തണം. അപ്പോഴാണ് ബി എന്താവുക? ഇൻവേഴ്സ് ആവുക. ഇനി നോക്കൂ, ഇവിടെ മൈനസ് വിയുടെ റൈറ്റിൽ വി ഓപ്പറേറ്റ് ചെയ്തപ്പോഴും മൈനസ് വിയുടെ ലെഫ്റ്റിൽ വി ഓപ്പറേറ്റ് ചെയ്തപ്പോഴും നമ്മൾ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തിയില്ലേ അല്ലേ? അതായത് മൈനസ് വിയുടെ റൈറ്റിൽ ഇയാൾ ഓപ്പറേറ്റ് ചെയ്തപ്പോഴും ലെഫ്റ്റിലും ഇയാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തുന്നത്? ഐഡൻറ്റിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കെന്ത് പറയാം? ഈ കമ്പയർ ചെയ്തുമായിട്ട് ഇവിടെ ബീൻ്റെ സ്ഥാനത്ത് വി ഉള്ളത്. അപ്പോൾ ഈ വി ആരുടെ ഇൻവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും? മൈനസ് വിയുടെ ഇൻവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. പോസിറ്റ് ആലോചിച്ചു കേട്ടോ. നമ്മൾ എഴുതട്ടെ. ഇംപ്ലൈസ് വി ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് മൈനസ് വി കേട്ടോ. ഈ വി മൈനസ് വിയുടെ ഇൻവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം മൈനസ് വിയുടെ റൈറ്റിൽ വി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റിൽ വി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സീറോയിലേക്ക് എത്തുന്നുണ്ട്. വെരി ഗുഡ്. ഇനി ഇതിനെ മാത്തമാറ്റിക്കലി ചുരുക്കി എഴുതാം. അതായത് നമ്മൾക്കറിയാം ഒരു വെക്റ്റർ സ്പേസിലെ എലിമെൻറ്റ് വി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക മൈനസ് വി എന്നാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങാണ്ട് നമ്മൾ പറഞ്ഞത് അല്ലേ. അഡിറ്റീവ് ഇൻവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേമാതിരി ഇവിടെ നമുക്ക് എന്താ പറയുക? വി ഇയാളുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇയാളുടെ അഡിറ്റീവ് ഇൻവേഴ്സ് തന്നെ എന്താ പറയുക? ഇപ്പം മൈനസ് വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്താൽ പോരെ. ഒരു എലമെൻറ്റിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് നേരെ എങ്ങനെയാണ്? വി ഈസ് ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് മൈനസ് വി അല്ലേ. ഇതാണ് അല്ല മൈനസ് വിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതിന് തൊട്ടിപ്പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വേർഡ്സിൽ എഴുതിയത് സിംബോളിക്കൽ എഴുതിയത് മാത്രം. പോസിറ്റ് ശരിക്കും മനസ്സിലാക്കുക. പ്രൂഫായോ? അടുത്ത പ്രോബ്ലം, ഫീൽഡിലെ ഒരു എലമെൻ്റാണ് എ എന്ന് വിചാരിക്കുക. വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻ്റാണ് വി. എന്നിട്ട് എ വി ഈക്വൽ ടു സീറോ ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എ ഈക്വൽ ടു സീറോ ഓർ വി ഈക്വൽ ടു സീറോ. ഇത് ശരിക്കും നമ്മൾ ഈ റിയൽ നമ്പേഴ്സിൽ പറയാറില്ലേ, എ ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒന്നുകിൽ എ സീറോ അല്ലെങ്കിൽ ബി സീറോ. അതായത് രണ്ട് നിയർ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ അതിൽ ഏതോ ഒന്ന് സീറോ ആയിരിക്കും എന്ന് പറയാറില്ലേ. അതുപോലത്തെ റിസൾട്ട് അല്ലേ ഇത്. ഇവിടെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്നാലും എ വി സീറോ ആകുമ്പോൾ ഒന്നുകിൽ എ സീറോ അല്ലെങ്കിൽ ബി സീറോ. ഇവിടെ വ്യത്യാസം, ഇവിടെ എ ഫീൽഡിൽ നിന്നാണ്, വി വെക്റ്റർ സ്പേസിൽ നിന്നാണ്. എന്നാലും അതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ മനസ്സിലായാലോ? പോസ് ചെയ്തിട്ട് സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ അവിടെ എഴുതാണ്. പ്രൂഫ് ഞാൻ കംപ്ലീറ്റ് അങ്ങ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളിവിടെ എ ഒന്നുകിൽ എ സീറോ അല്ലെങ്കിൽ വി സീറോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ എ സീറോ അല്ലെങ്കിൽ ഞാൻ വി സീറോ എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. സോ എ സീറോ അല്ലെങ്കിൽ എ ഒരു നോൺ സീറോ എലമെൻ്റ് ആണ്. അപ്പം എല്ലാ നോൺ സീറോ എലമെൻറ്റിനും ഫീൽഡിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എഫ് ഉണ്ട് അല്ലേ. എന്നിട്ട് ഞാൻ തുടങ്ങി വിടുന്നത്. അപ്പോൾ നമുക്കറിയാം എ വി ഈക്വൽ ടു സീറോ ആണ്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഈ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. എന്നിട്ട് ഇവിടെ ഞാൻ അസോസിയേറ്റീവ് ലോ അല്ലേ, ഇത് പിന്നെ വെക്റ്റർ സ്പേസിൻ്റെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടിയിലുണ്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാന്നുള്ളത് അല്ലേ. സോ
അതുപയോഗിച്ചു ഞാൻ ഇവിടെ. എന്നിട്ട് റൈറ്റ് സൈഡിലോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങാണ്ട് പ്രൂവ് ചെയ്തതാണ്. ഒരു സ്കാലറും വെക്ടർ സ്പേസിൽ സീറോയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ എന്നുള്ളത് പ്രൂവ് ചെയ്താൽ അല്ലേ. എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ എന്നിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തതാണ് അല്ലേ. ഇവിടെ ഇതൊരു സ്കാലറാണ്, ഇത് വെക്ടർ സ്പേസിലെ സീറോ ആണ് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ പ്രൊഡക്റ്റ് സീറോ എന്ന് കഴിഞ്ഞ വീഡിയോ ചെയ്താണ്. ഓക്കെ. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ അല്ലേ. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എത്തും. 1 ഇൻറ്റു വി ഈക്വൽ ടു സീറോ. എഗെയിൻ 1 ഇൻറ്റു വി ഈക്വൽ ടു വി എന്നുള്ളതും നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷനിൽ സ്കാലറിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ളതാണ്. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ളതാണ്. സോ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ. ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വെക്ടർ സ്പേസിലെ 2 എലമെൻറ്റ്സ് ആണ് വിയും ഡബ്ല്യൂയും. എന്നിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഈ വി പ്ലസ് 3x ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യൂണീക്ക് എക്സ് ആണുള്ളത്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് സാറ്റിസ്ഫൈ ചെയ്ത ഒരു എക്സ് ഉണ്ടെന്ന് കാണിക്കാം. എന്നിട്ട് അങ്ങനത്തെ ഒരേ ഒരു എക്സേ ഉള്ളൂ എന്നും കാണിക്കാം. ക്ലിയർ അല്ല. അങ്ങനെ ഒരു യൂണീക്ക് എക്സ് ആണുള്ളത് എന്തുകൊണ്ടെന്ന് പോസായിട്ട് സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ആൻസർ ഇവിടെ എഴുതാം. ഞാൻ ഇവിടെ ആദ്യം കാണിച്ചത് ഈ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ എഴുതി നോക്കുക. ഇവിടെ 2 സൈഡിലും ഞാൻ വീൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്തു. എന്നിട്ട് അസോസിയേറ്റീവിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഇങ്ങനെയൊക്കെ എത്തി. അവസാനം ഈ സ്റ്റെപ്പ് ഇവിടേക്ക് നോക്കുമ്പോൾ ഡബ്ല്യു പ്ലസ് ഇതിവിടെ കമ്മ്യൂട്ടേറ്റീവിലോ അപ്ലൈ ചെയ്തു ഇവിടേക്ക്. എന്നിട്ട് ഡബ്ല്യു പ്ലസ് മൈനസ് വിനെ ഡബ്ല്യു മൈനസ് വി നമ്മൾ ഏത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിഫൈൻ ചെയ്തില്ലേ. വെക്ടർ സ്പേസിലെ സബ്സ്ട്രാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡബ്ല്യു പ്ലസ് മൈനസ് വിനെയാണ് നമ്മൾ ഡബ്ല്യു മൈനസ് വി എന്ന് ഡിഫൈൻ ചെയ്തത് അല്ലേ. ഒക്കെ നോക്കുക. സോ അങ്ങനെ ഇവിടെ എത്തി. ഇനി നോക്കുക, ഈ ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റിൽ ഫീൽഡ് 2 എടുത്തിട്ടുള്ളൂ. ഒന്ന് റിയൽ നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ എഫ് മീൻസ് ആർ ഓർ സി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റിൽ. അപ്പോൾ അത് അതിലത്തെ എക്സസൈസ് ആയതുകൊണ്ട് ഈ 3 ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പേഴ്സിലെ 3 അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിലെ 3, ആ നമ്പർ 3 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ അതിന് 1/3 ഉണ്ട് നമുക്കറിയാം. അപ്പോൾ 2 സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. വീണ്ടും ഇവിടെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റീവ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. താങ്കൾ വായിച്ചു നോക്കുക. സോ എനിവേ എക്സ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഡബ്ല്യു മൈനസ് വി. അങ്ങനെ ഒരു എക്സ് ഇതിൻ്റെ സൊല്യൂഷനായിട്ടുണ്ട്. ഇനി അത് യുണീക്ക് ആണെന്നും കൂടി കാണിക്കണം. അത് ഞാൻ ഇവിടെ കാണിക്കാം. ഇനി ഇവിടെ അതിൻ്റെ യുണീക്ക്നെസ് ആണ് കാണിച്ചത്. അതായത് ഇതിന് 2 സൊല്യൂഷൻസ് ഉണ്ട് വിചാരിക്കുക. അതായത് ഒരു എക്സും എക്സ് ഡാഷും. അപ്പോൾ നമുക്ക് പറയാം വി പ്ലസ് 3x ഡബ്ല്യു ആണ്. അതുപോലെ തന്നെ വി പ്ലസ് 3x ഡാഷും ഡബ്ല്യു ആണ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി വി പ്ലസ് 3x ഡാഷും രണ്ടും ഡബ്ല്യു ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് വി പ്ലസ് 3x ഇസ് ഈക്വൽ ടു വി പ്ലസ് 3x ഡാഷിന് എഴുതാം. ബാക്കി നോക്കുക കേട്ടോ. അഡിറ്റീവ് ഇൻവേഴ്സ് 2 സൈഡിൽ ആഡ് ചെയ്യും. അസോസിയേറ്റീവ് വിക്ക് അങ്ങനെ എല്ലാവിധ സാധനം ഇവിടെ ഇതേപോലെ ചെയ്തിട്ട് അവസാനം ഞാൻ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ്. അങ്ങനെ 2 സൊല്യൂഷൻ എക്സും എക്സ് ഡാഷും ഉണ്ടെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്തു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ സൊല്യൂഷൻ യൂണീക്കാന്ന് കിട്ടി. യെസ്. അടുത്തത് വളരെ സിമ്പിളായ ഒരു പ്രോബ്ലമാണ്. അതായത് എം ടി സെറ്റ് വെക്ടർ സ്പേസ് അല്ല എന്ന് കാണിക്കണം. ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എം ടി സെറ്റ് വെക്ടർ സ്പേസ് ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ സ്പേസിലെ അഡീഷൻ വെക്ടർ സ്പേസിൻ്റെ ഒരു അബേലിംഗ് ഗ്രൂപ്പാക്കി മാറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷനെ സംബന്ധിച്ചിടത്തോളം അതിന് വെക്ടർ സ്പേസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് നിർബന്ധമല്ലേ. അതായത് അതിനാണ് നമ്മൾ 0 എന്ന് വിളിക്കുക അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ. അപ്പം എല്ലാ വെക്ടർ സ്പേസിലും ആ 0 നിർബന്ധമാണ്. എന്നാലേ അഡീഷൻ വെക്ടർ സ്പേസിൻ്റെ അബേലിംഗ് ഗ്രൂപ്പാക്കി മാറ്റുള്ളൂ. സോ 0 അതിനകത്തുണ്ടെങ്കിൽ പിന്നെ വെക്ടർ സ്പേസ് ഒരു എം ടി സെറ്റ് ആവുമോ? ഇല്ല. സോ ഇതിൻ്റെ പ്രൂഫായി. പിന്നെ ഈ സെക്ഷനിൽ ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റ് 2 പ്രോബ്ലം കൂടിയുണ്ട്. മൊത്തം 6 പ്രോബ്ലം ഉള്ളത്. 4 നമ്മൾ ചെയ്തു. ഇനി 5ഉം 6ഉം ഞാൻ ഗാമോ മാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സോൾവ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ അല്ലാത്ത ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ 5ഉം 6ഉം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പം ഒരു പ്രോബ്ലം ആർട്ടിനും കൂടി എഴുതിയിട്ട് ഈ വീഡിയോ നിർത്താം. യെസ്. അടുത്തതും വളരെ സിമ്പിളായൊരു പ്രോബ്ലമാണ്. ഇത് വായിച്ചു നോക്കുക. അതായത് വെക്ടർ സ്പേസിൽ ക്യാൻസലേഷൻ ലോ പ്രൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ഇഫ് സി വി ഈക്വൽ ടു സി ഡബ്ല്യു ആൻഡ് സി നോട്ട് ഈക്വൽ ടു 0 ദെൻ വി ഈക്വൽ ടു ഡബ്ല്യു. ഇതും പോസ് ചെയ്തിട്ട് ഒന്ന് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ഒന്ന് മനസ്സിൽ ആലോചിച്ച് ചെയ്യാനേ ഇത് ഉണ്ടാവുള്ളൂ. എനിവേ ഞാനിവിടെ ആൻസർ ചെയ്താം. ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വന്തമായിട്ട് വായിച്ചു നോക്കുക. വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആർട്ടിലുള്ള മറ്റ് പ്രോബ്ലംസൊക്കെ ചെയ്യാൻ ഞാൻ സബ്സ്പേസിൻ്റെ ഡെഫിനിഷനും കൂടിയൊക്കെ പറഞ്ഞിട്ട് ആർട്ടിലെ പ്രോബ്ലത്തിലേക്ക് പോകട്ടോ. അപ്പോൾ എനിവേ അടുത്ത വീഡിയോയിൽ കാണാം. യെസ്.